ഹലോ, വെൽക്കം ടു അനദർ സെക്ഷൻ ഓഫ് അമൂസ് ക്രിയേഷൻ. ഇന്ന് നമ്മൾ പുതിയൊരു സ്റ്റിച്ചാണ് കാണുന്നത്. അതിൻ്റെ പേരാണ് പാഡഡ് സാറ്റിൻ സ്റ്റിച്ച്. അപ്പം നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് നേരത്തെ ട്യൂട്ടോറിയൽ കാണിച്ചിട്ടുണ്ട്. ഇത് അതിൻ്റെ ഒരു വേരിയേഷനാണ്. കുറച്ചും കൂടെ തെറിച്ച് നിൽക്കും, എംപോസ് ചെയ്ത് നിൽക്കും, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കാണാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അത് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഒരു വീഡിയോയും മിസ്സായി പോകത്തില്ല, നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പെറ്റൽസിൻ്റെ ഒരു സെൻറ്റർ പൊസിഷനിൽ നമ്മൾ ബൂളിയൻ നോട്ട് തയ്ക്കാൻ പോവാം. ആദ്യം ബൂളിയൻ നോട്ട് തയ്ക്കും. ഞാനിപ്പോൾ 10 റാപ്സ് എടുത്തേക്കുന്നത്. നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് താത്തുക. ഒരു തന്നെ ഒരെണ്ണം കൂടെ തൊട്ട് മേളിൽ അതുപോലെ തന്നെ ഒരു ബൂളിയൻ നോട്ടും കൂടെ തയ്ക്കാം. ഇത് 6 സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ബൂളിയൻ നോട്ട് ചെയ്ത് തയ്ച്ചു. 2 തയ്ച്ചാൽ മതി. അത് ഒരേ പെറ്റലിൻ്റെ മുഴുപ്പനുസരിച്ച് വേണം എത്ര ബൂളിയൻ നോട്ട് തയ്ക്കുന്നത്. ഇതിപ്പം അധികം വലിയ പെറ്റലല്ല, അതുകൊണ്ട് ഞാൻ 2 ബൂളിയൻ നോട്ട് തയ്ച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ മേളിൽ കൂടെ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാൻ പോകും. അടുപ്പിച്ച് സാറ്റിൻ സ്റ്റിച്ച് വിടവില്ലാണ്ട് തയ്ച്ചാൽ മതി. ഇപ്പോൾ താഴെയുള്ള ബൂളിയൻ നോട്ട് കാണത്തില്ല. ഈ ബൂളിയൻ നോട്ട് താഴെ തയ്ച്ചേക്കുന്ന കാരണം ഇതിങ്ങനെ പൊങ്ങിയിരിക്കും. അതിനാണ് പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു പെറ്റൽ തയ്ച്ചു, അതുപോലെ ബാക്കിത്തെ പെറ്റലും നമുക്ക് തയ്ക്കാം. ആദ്യം ബൂളിയൻ നോട്ട് തയ്ക്കണം. ഇതിപ്പം ഇതിൻ്റെ സൈസ് കുഞ്ഞതായതുകൊണ്ട് കുറച്ചെടുത്ത് തുണി എടുത്താൽ മതി. ഇനി വീണ്ടും ബൂളിയൻ നോട്ടിൻ്റെ മേളിൽ കൂടെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത്, നല്ല പഫ്ഡായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പെറ്റലും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് പെറ്റൽസ് എല്ലാം തയ്ച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നടുക്കത്തെ പോർഷനാണ് തയ്ക്കുന്നത്. അത് ഞാൻ ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കുന്നത്. ഇതിലും 6 സ്ട്രാൻഡ്സ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്, ആങ്കറിൻ്റെ ത്രെഡ്. നടുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫ്രഞ്ച് നോട്ടിന് പകരം സെയിം പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കണമെങ്കിൽ അതും തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് പെറ്റൽസും സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ടും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫ് ഒരെണ്ണം ഉണ്ട് തയ്ക്കാനായിട്ട്. അത് നമ്മൾ ഫിഷ് ബോൺ ആണ് തയ്ക്കാൻ പോണേ. എങ്ങനെയാണ് തയ്ക്കണേന്ന് കാണാം. ലീഫ് തയ്ക്കാനും ഞാൻ 6 സ്ട്രാൻഡ്സ് എടുത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫിഷ് ബോൺ വെച്ചിട്ട് ലീഫ് തയ്ച്ചു കഴിഞ്ഞു. ഇവിടെ സ്റ്റെം തയ്ച്ചേക്കുന്നത് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ്, ബാക്ക്വേർഡ് സ്റ്റിച്ച് വെച്ചിട്ടാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഇപ്പോൾ
ഇപ്പോൾ കണ്ടില്ലേ നല്ല രസമായിട്ട് വന്നിരിക്കുന്നത് പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ചെയ്തിട്ട് ആ കളർ കോമ്പിനേഷനും കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവരും കണ്ടല്ലോ പാഡഡ് സാറ്റിൻ സ്റ്റിച്ച് വെച്ച് പൂ തയ്ച്ചത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സാറ്റിൻ സ്റ്റിച്ച് അറിയില്ലാത്തവർ അല്ലെങ്കിൽ തയ്ക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നേരത്തെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് നോക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത് തയ്ക്കാൻ വരുവാണെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.